എല്ലാവർക്കും ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർദ്രം ഇന്റീരിയലിന്റെ ഒരു പുതിയ വർക്കിന്റെ വിശേഷങ്ങളാണ്. ഈ കാണുന്ന വാളിലാണ് നമ്മൾ TV യൂണിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ TV യൂണിറ്റ് ഒരുപാട് പ്രത്യേകതയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണം. നമ്മൾ HDF ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് TV യൂണിറ്റിൻ്റെ ബേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാം വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബേസ് ചെയ്യാനുള്ള ഓരോന്നും എടുത്ത് പിടിപ്പിക്കുകയാണ്. ആ ബേസൊക്കെ ഏകദേശം റെഡിയായി. നമ്മൾ താഴത്തെ ബോക്സ് ഫുള്ള് മൾട്ടിവുഡ് ചെയ്തു, ഡോറും എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ നോക്കിക്കേ, ഏകദേശം ഒരു മോഡൽ ഇതാണ്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇനി അടുത്ത പരിപാടി വാളിൽ ഷീറ്റ് ഒട്ടിക്കുന്നതാണ്. നമ്മൾ വാളിൽ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് UV മാർബിൾ ഷീറ്റാണ്. നല്ലൊരു ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 4 mm വരെ തിക്നെസ് ഇതിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഭിത്തിയിലേക്ക് നെയിൽ ഫ്രീ ഉപയോഗിച്ച് ഒട്ടിക്കാവുന്നതാണ്. ഫ്ലൈവുഡ് ഒന്നും നമ്മൾ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ വാളിലോട്ട് ഒട്ടിക്കുന്നത്. ഇതിന്റെ തിക്നെസ് നമുക്കിപ്പോൾ കാണാൻ മനസ്സിലാവും. UV മാർബിൾ ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് ഇത്രയും തിക്നെസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് വാളിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഷീറ്റിന്റെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ വർക്ക് സ്പീഡ് കൂട്ടാനും നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും. UV ഷീറ്റും ഫ്ലൂട്ടഡ് പാനലും ഉപയോഗിച്ച് നമ്മൾ TV യൂണിറ്റിന്റെ വർക്ക് ഏകദേശം ഒതുക്കിയിട്ടുണ്ട്. നമ്മുടെ TV യൂണിറ്റിന്റെ മോഡൽ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കണം കേട്ടോ. സിമ്പിളായിട്ടൊരു മോഡലാണ് കണ്ടോ. അപ്പോൾ പെട്ടെന്നല്ലേ നമ്മൾ UVC മൈക്കൊക്കെ ഒട്ടിച്ച് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്ന വർക്കേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തത് രൂപക്കോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ രൂപക്കോഡിന് നമ്മൾ ഔട്ടർ ബോഡിയൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ബോക്സൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാനുള്ള UV മാർബിൾ ഷീറ്റിലോട്ട് നമ്മൾ നെയിൽ ഫ്രീ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഭിത്തിയിൽ ഡയറക്റ്റ് നമ്മൾ ഒട്ടിക്കുന്നത് കൊണ്ട് ഈ ഷീറ്റിൽ നെയിൽ ഫ്രീ അപ്ലൈ ചെയ്യുമ്പോഴേക്കും മാക്സിമം അടുപ്പിച്ച് തന്നെ നെയിൽ ഫ്രീ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ രൂപക്കോഡിൻ്റെ ഏകദേശം ഒരു മോഡൽ കണ്ടല്ലോ. ചെറിയ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബോർഡറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ നമുക്ക് മൈക്ക് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ എന്താ കണ്ടോ, ഏകദേശം ഒരു മോഡൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വാഷ് ബേസിംഗ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ ഇതേണക്ക് തന്നെ UVC മൈക്കാണ് അടിക്കുന്നത്. ഇനി നമുക്ക് TV യൂണിറ്റിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ. അപ്പം നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പ്ലാസ്റ്റിക് എല്ലാം അവർ പൊളിക്കുവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. നമുക്ക് പ്ലാസ്റ്റിക് എല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടോ. പ്ലാസ്റ്റിക് എല്ലാം ഏകദേശം പൊളിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ TV യൂണിറ്റിൻ്റെ കളർ ഷെയ്ഡൊന്ന് നോക്കിയാണ് കേട്ടോ. ആ ഗ്രാനൈറ്റ് ഷെയ്ഡിലുള്ള UVC മൈക്കയും TV യൂണിറ്റിൻ്റെ ബോർഡറും അതുപോലെ തന്നെ നമ്മുടെ ലൂവേഴ്സ് പാനലും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രൂപക്കോഡിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് പൊളിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പം എന്താ രൂപക്കോഡിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ പൊളിക്കുവാണ് കണ്ടോ. അപ്പം നമ്മൾ ആ രൂപക്കോഡിന് നമ്മൾ എടുത്തിരിക്കുന്ന UVC മേക്കയിൽ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു ഗ്ലേസിങ്ങിലൊക്കെ സംഭവം കാണാൻ പറ്റും. അത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കും കണ്ടോ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ആ ഗോൾഡൻ ഷെയ്ഡൊക്കെ എടുത്ത് വരുന്നത് കണ്ടോ. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ രൂപക്കോഡിലുണ്ട്. എന്നാലും നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അടിയിൽ താഴെ 2 തട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ LED സ്ട്രിപ്പൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിടിപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ രൂപക്കോഡ് നല്ല അടിപൊളി ഒരു മോഡലായിരിക്കും. എന്നാൽ സിമ്പിൾ മോഡൽ ചെയ്ത് നമ്മുടെ രൂപക്കോഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. കാരണം നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായി. നമ്മുടെ സ്റ്റെയറൊക്കെ കണ്ട സ്റ്റെപ്പൊക്കെ നമ്മൾ ഫുള്ള് വുഡിൽ തന്നെ ചെയ്തേക്കുവാണ്. ഹാൻഡ് റെയിലൊക്കെ ഫുള്ള് വുഡിൽ ചെയ്തിട്ട് ഫുള്ള് പോളിഷ് ചെയ്തേക്കുവാണ്. സ്റ്റെയർ ഫുള്ള് അങ്ങനെയാണ് നമ്മൾ ഹാൻഡ് റെയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രൂപക്കോഡും TV യൂണിറ്റും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കണം. വർക്കെല്ലാം ഫിനിഷായി കണ്ടോ. നമ്മുടെ TV യൂണിറ്റ് കണ്ടത് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നല്ല അടിപൊളിയല്ലേ. ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡോറിനൊന്നും ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ഇൻസൈഡിലൊരു പൊഴി മാത്രമാണ് ഉള്ളത്. ആ പൊഴിയിലൂടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹാൻഡിലിൻ്റെ പ്രൊജക്ഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കണ്ട നമ്മുടെ രൂപക്കൂടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലൈറ്റൊക്കെ ഇട്ട് രൂപങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കണ്ട നമുക്ക് ആവശ്യത്തിലുള്ള സ്പേസ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റ് ഒന്ന് നോക്കാം. കണ്ടോ വുഡൻ ഷെയ്ഡിൽ വന്നിട്ട് നമ്മൾ ഒരു പുതിയ മോഡലിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇതും വിത്തൗട്ട് ഹാൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചേർന്ന രീതിയിലുള്ള മിററും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് UV മാർബിൾ ഷീറ്റാണ്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് നോക്കാം. കിച്ചണിൽ നമ്മൾ സിംഗിൾ കളർ പാറ്റേണിലെ മൈക്കാണ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈ ഗ്ലോസി മൈക്ക് തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബോക്സ് ഒക്കെ എന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി മോഡലിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഫ്രിഡ്ജിന് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു ക്യാബിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രോളി യൂണിറ്റ് അതിൻ്റെ ഇപ്പുറത്തായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാൻഡം ബോക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പുൾ ഔട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ LED സ്ട്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കിച്ചണൊക്കെ വളരെ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വാഷ് ബേസിൻ കൗണ്ടർ ഒരെണ്ണം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം കണ്ടോ.
വളരെ മനോഹരമായ രീതിയിൽ UV മാർബിൾ ഷീറ്റ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഇതും ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് താഴെയായിട്ട് മൾട്ടിവുഡിൽ നമ്മൾ ചെറിയൊരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫുള്ള് വുഡൻ ഷെയ്ഡിലുള്ള മൈക്കയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആർദ്രം ഇന്റീരിയൽസിന്റെ മറ്റൊരു വർക്കിന്റെ വിശേഷങ്ങളുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി.